ഈ വീഡിയോയിൽ ഞാൻ പറയാവുന്ന ഒരു മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ആൾക്കാർ ഈ ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം കോമയാവുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ. അപ്പോൾ ഈ കോമ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് തലയ്ക്ക് അടിയേറ്റോ അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന ഷോക്കിലാണ് കോമ സംഭവിക്കുന്ന ഡോക്ടർ പറയുന്നത്. അപ്പം ഞാനതിന് വേറൊരു സംഭവം ഞാൻ ചിന്തിച്ച് കണ്ടുപിടിച്ചത്, ഞാൻ ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം ബ്രെയിനിലാണ് മെമ്മറി എന്നാണ് നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഒരു ഡോട്ട് സർക്കിളിലാണ് മെമ്മറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെടുക്കുന്ന ബ്രീത്തിൽ കൂടെ അകത്തോട്ട് പോവുകയും ഉള്ളിൽ പോവുകയും ചെയ്യുന്ന ഒരു ഡോട്ട് മെമ്മറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കിൾ, അതിനകത്ത് ഡോട്ട് ഉണ്ട്, മെമ്മറി. മദർ ബോർഡിലൊക്കെ ഉള്ള പോലെ മെമ്മറി ഡോട്ടിലാണ് എല്ലാം മെമ്മറി സൂക്ഷിച്ചിരിക്കുന്നത്. ട്രില്യൺസ് ഓഫ് ഡേറ്റ വി കൻ സ്റ്റോർ ഇൻ ദിസ് ഡേറ്റ, ദിസ് മെമ്മറി ഡോട്ട്. മില്യൺസ് ആൻഡ് ട്രില്യൺസ് വി കൻ സ്റ്റോർ. അപ്പോൾ ഒരു ചെറിയ ഡോട്ടിൽ തന്നെ ഇത്രയും ട്രില്യൺസ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെല്ലാം വെള്ളത്തിൽ എയറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തുമുണ്ട് ഈ എയർ പാർട്ടിക്കിൾസ്, എയർ. അപ്പോൾ എയറിൽ അടങ്ങിയിരിക്കുന്ന ഒരു സർക്കിളും ഒരു ഡോട്ടും അതുണ്ടാവും എയറിനകത്ത്. അത് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ മെമ്മറി അടങ്ങുന്നത്. മെമ്മറി വെളിയിൽ പോകുകയും അകത്തോട്ട് നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ മെമ്മറി. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്നുള്ള ഷോക്കിൽ അകത്തുള്ള എയർ ഔട്ടാവും. ബ്രെയിനിനകത്തുള്ള എയർ അത് നമ്മുടെ മൂക്കിൽ കൂടെയോ വായിക്കൂടെയോ അങ്ങ് ഔട്ടാവും. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെമ്മറി ഇല്ലേ, മെമ്മറി ഡോട്ട്, അത് ആ ഏരിയയിൽ പോവുകയാണ്, ആ ഷോക്കിൽ ഔട്ടായി പോവുകയാണ്. അപ്പം നമ്മുടെ ബ്രെയിനിൽ പിന്നെ റിമെയിൻ ചെയ്യുന്ന എയർ പാർട്ടിക്കിൾസിൽ അതിൽ ഡോട്ട് മെമ്മറി ഉണ്ടെങ്കിൽ, അപ്പം നമ്മുടെ മെമ്മറി കൂടുതൽ കാര്യങ്ങൾ അത് റിക്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മെമ്മറി നമ്മുടെ ബോഡിയിൽ നിന്ന് ഔട്ടായ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഔട്ടായ മെമ്മറിയുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ അത് തിരിച്ച് കോമയിൽ നിന്ന് മാറി ഓർമ്മ തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മെമ്മറി നല്ല സെർച്ച് ചെയ്യും. എവിടെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്, ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഇതേ അങ്ങോട്ട് പോയി, കാറ്റൊക്കെ ഉള്ളത് കാരണം മെമ്മറിയൊക്കെ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ എയറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന എന്ത് സെക്കൻഡില്ല, ഒരു സെക്കൻഡ് നമ്മൾ ചെറിയൊരു വേർഡ് പ്രസ് ചെയ്തിട്ട് സെർച്ച് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് അതിന് ആൻസർ കിട്ടുന്നത്. അതുപോലെയാണ് ഈ മെമ്മറി സെർച്ച് ചെയ്യുന്നത്. കാറ്റായാലും എന്തായാലും എവിടെ പോയാലും ഈ മെമ്മറിക്ക് അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരും മെമ്മറിയിലോട്ട്. ആ മെമ്മറിയായിട്ട് കണക്ട് ചെയ്ത് ലിങ്കായി വരും അകത്ത്. അത് തിരിച്ച് വീണ്ടും സ്റ്റോർ ചെയ്യും നമ്മുടെ ബോഡിയിൽ. മെമ്മറി ബ്രെയിനിൻ്റെ എന്ന് വെച്ചാൽ ഈ വേവിനകത്തല്ല, നമ്മുടെ എയറിനകത്ത് നമ്മൾ വലിച്ചെടുക്കുന്ന എയർ കുറച്ചതിനകത്ത് നിൽക്കും. നമ്മുടെ ഹെഡിനകത്ത് നമ്മളെടുക്കുന്ന ബ്രീത്തിൻ്റെ കുറച്ച് പോർഷൻ എയർ നമ്മുടെ ബ്രെയിനിലുണ്ട്, തലയിലുണ്ട്, അകത്തുണ്ട്, ഹെഡിനകത്തുണ്ടാവും. ഈ ബ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വേമിന് ചുറ്റിയിരിക്കുന്ന സംഭവമുണ്ട് രണ്ട് സൈഡിലും. അതിനെ നിങ്ങളെല്ലാവരും പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് അതൊരു ലോങ് വേമാണ്. അത് ഇറ്റ്സ് നീഡ്സ് പ്രോട്ടീൻസ് ഫ്രം ദ ബാക്ക് ബോൺ, ബ്ലഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വലിച്ചെടുക്കുന്നതിൻ്റെ പ്രോട്ടീൻസൊക്കെ ബ്രെയിനിലോട്ട് പോകും. അത് നമ്മുടെ കണ്ണിന് കാതിന് ഒക്കെ എനർജി കൊടുത്ത് കാണാനും കേൾക്കാനുള്ള കഴിവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മെമ്മറി എന്ന് പറയുന്ന സാധനം അതല്ലല്ലോ. മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സൂക്ഷിക്കുന്നത്, കേൾക്കുന്നത് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്, പറയുന്നത് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് എയറിനകത്തുള്ള ഡോട്ടിനകത്താണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോമയിലാകുന്നത് നമ്മൾ ഓക്സിജൻ കൊടുത്താലൊന്നും ജീവൻ വരാത്തത്. ജീവനുണ്ട്, പക്ഷേ മെമ്മറി ഓർമ്മ വരാത്തത്. അപ്പോൾ ഈ മെമ്മറി ഉള്ള ഡോട്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തിരിച്ച് നമ്മുടെ മെമ്മറിക്ക് അത് സ്റ്റോർ ചെയ്യുന്നത് വരെ, മെമ്മറിയായിട്ട് ലിങ്ക് ചെയ്യുന്നത് വരെ ഉള്ള സമയമാണ് കോമയിൽ നിന്ന് തിരിച്ചു വരാനുള്ള സമയം. ചിലർക്ക് പെട്ടെന്ന് തന്നെ
തിരിച്ച് കോമയിൽ നിന്ന് മാറും. ചിലർക്ക് കുറച്ച് വർഷങ്ങളോളം എടുത്ത് കോമയിൽ കിടക്കുന്നവരുണ്ട്, വർഷങ്ങളോളം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ കൂടെ തന്നെയാണ്. നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ഡേറ്റ ഫയൽ കണ്ടുപിടിക്കുന്ന കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്? ഒരു 10 GB ഉള്ള ഒരു ഡേറ്റ ഉള്ള ഒരു ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മൾ സെർച്ച് കൊടുത്തൊരു ഡേറ്റ തപ്പിയെടുക്കുകയാണെങ്കിൽ അത്ര സമയം എടുക്കും. അത് മുഴുവൻ ഫയൽസും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് പ്രോസസ്സിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കുക അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള സെർച്ച് എഞ്ചിൻ. അതുപോലെയാണിത്. അപ്പോൾ എത്ര പെട്ടെന്ന് മെമ്മറി കണ്ടുപിടിച്ചു കൊണ്ട് വരുന്നു അത്രയും പെട്ടെന്ന് കോമയിൽ നിന്ന് നമുക്ക് കോമ മാറിക്കിട്ടും എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പം ഞാൻ ഈ പ്ലാനറ്റ് ജനിച്ചവനല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഞാൻ വീണ്ടും പറയും, നിങ്ങൾ പറയുന്നത് ഞാൻ പ്ലാനറ്റ് ജനിച്ചവനല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ മൂണിൽ നിന്ന് ഉറങ്ങിയപ്പോൾ താഴെ വീണ് ഭൂമിയിൽ വീണതാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഞാൻ ഈ മെമ്മറി എന്ന് പറയുന്ന സംഭവം ബ്രെയിനിലിരിക്കുന്ന വേംസിലല്ല, നമ്മുടെ കുടലിൻ്റെ ഇത് കണ്ടിട്ടില്ലേ, ചുറ്റി അതൊരു കുടലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോങ് വേംസിൻ്റെ അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. ഇതെല്ലാം അടങ്ങിയത് അതിൻ്റെ ഷേപ്പെല്ലാം അത് തന്നെയാണ്. അതിൽ നിന്നാണ് അബ്സോർവ് ചെയ്ത് മറ്റുള്ള വെയിൻസിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും വേംസായിട്ട് പോകത്തുള്ളൂ, കംപ്ലീറ്റ് വേംസായിട്ട്, പുഴുവായിട്ട് പോകും. ബോഡി ഫ്ലഷ് വിൽ ബി ടേൺ ഇൻ ടു വേം, അല്ലാതെ വേറെ ഒന്നും ആയിട്ടല്ല, വേമായിട്ട് പോകുന്ന. ആ വേമിനെ മറ്റുള്ള ജീവികൾ കഴിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകും. കാര്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ മെമ്മറി ഉണ്ട്. മെമ്മറിക്കകത്ത് ചെറിയ ബോക്സ് വെച്ചിട്ടില്ലേ, അതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത് അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ? അതിനകത്ത് എന്താ സംഭവം? ഇതെല്ലാം എയറുമായിട്ട് കണക്ട് ചെയ്ത ഡോട്ട്സ് ആണ് എല്ലാത്തിനകത്തുള്ളത്. ദ ഡോട്ട്സ് ദാറ്റ്സ് കീപ്പിംഗ് ദ മെമ്മറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ എന്നെപ്പോൾ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങനെ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് കണക്ക് ചിന്തിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കത് കേൾക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നിയ ഐഡിയാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ മെമ്മറി ഈസ് നോട്ട് ഇൻ ബ്രെയിൻ ബട്ട് ഇൻ ഡോട്ട്സ് ഇൻ എ സർക്കിൾ, ഡോട്ട് ഓഫ് എ സർക്കിൾ. അങ്ങനെ ഒരു ഡോട്ടല്ല, ഡോട്ട്സ് ഓഫ് സർക്കിൾസാണ് ഇൻ ദ എയറിൽ. ഒരു ഡോട്ടല്ല, മെനി ഡോട്ട്സ്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ റജി IPS ഉണ്ട്, റജി മാത്യു പൊണ്ട്രയിലുണ്ട്, റജി മാത്യു.പൊണ്ട്രയിലുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ തോട്ട്സിൻ്റെ ഓൾ റൈറ്റ്സ് റിസർവ്ഡ്, all rights and royalty all reserved by Raji Matthew 559872 Pontre. ഞാൻ അതിനു മുമ്പ് ഈ മെമ്മറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് വീഡിയോസ്. ചിലരൊക്കെ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും കമൻറ്റ് കേട്ടാൽ ചിരി, അവരുടെ കമൻറ്റ് കേട്ടാൽ എനിക്കും ചിരി വരും. ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും, അത് പ്രശ്നമല്ല. പക്ഷേ എന്നാലും ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയിക്കണ്ടേ, അതിനുവേണ്ടി ചെയ്തു. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. My mobile number 00917034171299. പക്ഷെ കോൾ ചെയ്തൊന്നും വിളിച്ച് അതൊന്നും പറയരുത്. ഇത് ഞാൻ എൻ്റെ ഓൾ റൈറ്റ്സിന് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ പറഞ്ഞത്. ഈ മൊബൈൽ നമ്പറിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ, അതിനുവേണ്ടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു മെമ്മറി ഡോട്ട്സിലാണ് കിടക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരേ ഒരാൾ പറഞ്ഞിട്ടുള്ളൂ, റജി മാത്യു 559872 പൊണ്ട്രയിൽ എന്ന് പറയാമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.